ഈ 4-ാം തലമുറ കഴിഞ്ഞവരുടെ കാര്യമായി പറഞ്ഞത്. മക്കളെയൊക്കെ ചൊവ്വെ നോക്കണം കേട്ടോ, അല്ലെങ്കിൽ അവരാ വഴിക്ക് പോവും. ചെറുക്കന് മോട്ടോർ സൈക്കിൾ ഉള്ളത് നല്ലതാണ്, കാറുള്ളത് നല്ലതാണ്. എന്നാൽ മഷ്റൂം വെട്ടും മുടിയും കാലും കോലും എല്ലാം വെച്ച് ഇവനെ വളർത്തരുത്. ഇവനെ കണ്ടാൽ ഒരു പേക്കോലമാകരുത്. അപ്പനും അമ്മയും സൂക്ഷിക്കണം. പെമ്മക്കളെ വീട്ടിൽ ഇരുത്തിയേച്ച് മാസയോഗത്തിന് നീ പോകരുത്, അപകടമാണ്. ഇന്ന് ലൈംഗിക പീഡനം, ചെറുപ്പക്കാർ ഈ ഫോട്ടോ എല്ലാം കണ്ടേച്ച് ഭ്രാന്തന്മാരായി നടക്കുക. ഞാൻ ഒരുത്തിന് അടുത്ത് വരുമ്പോൾ തന്നെ വളരെ ദൂരം സൂക്ഷിച്ച് നോക്കുവൻ എന്താ വരുന്നത്, തട്ടാൻ വരികയാണോന്നാ പേടിയാ. കാരണം എന്നാണെന്ന് ചോദിച്ചാൽ ഇവൻ വണ്ടിയുടെ അടുത്തൂടെ വന്നിട്ട് കയറ്റിയേച്ച് പോകുമെന്നുള്ള പേടിയുണ്ട് കേട്ടോ. ചില ആളുകൾ ധരിച്ചോണം. ഇപ്പം നമുക്ക് സ്കൂട്ടറുണ്ട്, പെൺപിള്ളേരെല്ലാം ലെഗിൻസും ഒക്കെ ഇട്ട് സ്കൂട്ടറിലൊക്കെ ഇങ്ങനെ ചെത്തുന്നുണ്ട്. ഒരു ദിവസം നീ ആപ്പിലാകാതിരിക്കാൻ സൂക്ഷിച്ചോണം കേട്ടോ. ഇത് വാണിങ്ങി തരിക. കാരണം ഈ പെന്തിക്കോസി മുങ്ങിയേച്ച് സഭയെ ചതിക്കരുത്. അല്ലെ സഭയിൽ നിന്ന് പൊക്കോ, നിനക്ക് സിനിമ കാണണോ പൊക്കോ, നിനക്ക് മറ്റേ കാര്യങ്ങളൊക്കെ ചെയ്യണോ പൊക്കോളാരേ, ഇങ്ങോട്ട് വരരുത്. ദൈവത്തെ ഓർത്ത് സഭയെ ചതിക്കരുത്. സഭയിൽ നിന്നുകൊണ്ട് ഈ പണി കാണിക്കരുത്. ഏതാ ഞാൻ പലതും വാച്ച് ചെയ്യുന്നുണ്ട്, എല്ലാം കൊണ്ട് നെളിച്ച് എത്ര ആൾക്കാർ ഈ ദിവസങ്ങളിൽ അത് എലി പോലെ വണ്ടിക്കടിയിൽ പോയി ചാകുക. 11 കുട്ടികൾ, പെന്തിക്കോസിലുള്ള കുഞ്ഞുങ്ങൾ വണ്ടി അപകടത്തിൽ മരിച്ചു. പാസ്റ്റർക്ക് എങ്ങനെയാണ് കണക്ക് കിട്ടിയതാ ഞാൻ വേണേ പറയാം. അപ്പന്മാർ മേടിച്ചു കൊടുക്കുന്ന 16 വയസ്സായ മകന് അതെ റോയൽ എൻഫീൽഡ് 100 മൈൽ സ്പീഡിൽ കത്തിക്കാവുന്ന സാമാനം അങ്ങോട്ട് മേടിച്ചു കൊടുത്തു. പിള്ളേർ കയറി ഒരു ചെത്ത, രണ്ടും കൂടെ വണ്ടിക്കടിയിൽ പോ. നിങ്ങൾ മനസ്സിലായോ? ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത്? സ്വോത്രം ഇവിടെ കേട്ട് നല്ല രോഗശാന്തി കേട്ടാൽ ഉടനെ സന്തോഷം. എടാ വേർപാട് പാലിക്കാൻ പാടുണ്ടെന്ന്, ഇതിന് വില കൊടുക്കാൻ പാടുണ്ട്. ഇത് സന്തോഷമാണ്. കർത്താവ് നല്ല സൗഖ്യം തന്നു, സന്തോഷം, നല്ല ഉണർവ് പാട്ട ഒക്കെ നല്ലതാ. പക്ഷെ വേർപാട് പാലിക്കണം. ഇന്ന് ഈ ഒരു സാധനം വാസ്തവത്തിൽ എന്നതായത് എനിക്കിപ്പോൾ ഒന്നും മേല. നാടൻ ഈ ലോക്കൽ ഫോൺ ഉപയോഗിക്കാൻ അതും അറിയാൻ മേല, ഇതും അറിയാൻ മേല. തിരിച്ചും മറിച്ച് നോക്കിയിട്ടെല്ലാം തെറ്റുക. അപ്പോൾ പിന്നെ നിവൃത്തിയില്ല, ഇതിനെ നോക്കിപ്പോവുക. പിള്ളേർക്ക് വെളിയിൽ നിന്ന് വിളിക്കണം, കാണണം എന്നൊക്കെയാണ് പറയും. വലിയ പാടാ. ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയാൻ മേല. എന്നാൽ ഇപ്പം എനിക്ക് മനസ്സിലായി, ഇത് നമ്മളെ എല്ലാം കൊലക്കയറി വരുന്ന നല്ലത് കാര്യമുണ്ട്. സൂക്ഷിച്ചോണം കേട്ടോ, വേർപാട് പാലിക്കണം.